ബിന്ദു ഈ ഗ്യാസ് ഓഫാക്കിനോ? ആക്കിക്കമ്മേ. മോനെ നാരായണി അടുത്ത് പോയില്ലേ? കേട്ടില്ല. നമ്മളെ കാനാശ്ശേരിയിലെ ദാസനാ പറഞ്ഞ് നാരായണി അടുത്ത് പോയിന്ന്. കേട്ട പാടെ ഞാൻ ഏറ്റുകളെ രണ്ടിനെയും വിളിച്ച് ഇറങ്ങി ഓടിയതാ. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മോനെ. ഇവിടെ ദോശയുണ്ട്. ദോശ വേണ്ട മോനെ. ഭാസ്കര, എൻ്റെ മോനെ കണ്ടിട്ട് എത്ര കാലായി. ഇനി ഞാളെയൊക്കെ മറന്നുല്ലേ? നാരായണടുത്ത് എത്ര കാലമായി കിടത്തം കിടക്കുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ വന്നു നോക്കും, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളെന്തിനാ വന്നു നോക്കുന്നത്? വേറെ എത്ര ആൾക്കാരുണ്ട്, നിങ്ങൾ മാത്രം വന്നു നോക്കണോ? നീ ഒന്നും മിണ്ടാണ്ടിക്ക് ബിന്ദുവോ? അത് തന്നെ, വെറുതെ വർത്താനം പറയാ. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. സ്ഥിരമുള്ള സ്വഭാവമായിട്ട് എപ്പോഴും വിളിക്കുമ്പോൾ എന്നെ ഓടി വരുന്നത്, വേറെ ആരും വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ആദ്യം ഒന്ന് നിർത്തിക്കാളി. എൻ്റെ മോനാ? ഇത് ദേവകി മുത്തശ്ശി, മുത്തശ്ശിയുടെ മക്കളാ ഇന്ദു ആൻറ്റി, ബിന്ദു ആൻറ്റി. എടാ മോനെ, അച്ഛൻ ഞാളപ്പരിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? പിന്നെ മലയാളമൊക്കെ അറിയോ? പിന്നെ ആശാന്റെ പദ്യം വരെ ചൊല്ലും. ശരിക്കോ? എന്നൊരാളും ചെല്ലു കേക്കട്ടെ. ഹായ്. നേരത്തെ എണീറ്റോ? അച്ഛമ്മ ഇല്ല, ആക്ച്വലി ആർ യു ഫ്രീ നൗ? എനിക്കൊരു വാക്കിന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ അങ്ങനെ അടുത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ. ബിസി ആണെങ്കിൽ കുഴപ്പമില്ല. ഞാനെന്താ പോവാലോ? എനിക്കൊരു 10 മിനിറ്റ്, ഞാൻ റെഡിയായി വരാം. I'll be downstairs then, yeah? എനിക്കെല്ലാം ഓക്കെ ആണോ? നേരത്തെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയ പോലെ തോന്നുന്നു. It's nothing. ഇപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ടതിൻ്റെ. എനിക്ക് ചെറിയ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. I was wondering എന്താ പ്രശ്നം എന്ന്. എനിക്ക് ഈ ട്രിപ്പിന് വരാനൊരു മൂഡില്ലായിരുന്നു. അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ വന്നേ? അച്ഛൻ ഫോഴ്സ് ചെയ്തു. എനിക്കൊരു നല്ല ചേഞ്ച് ആവുമെന്നൊക്കെ പറഞ്ഞു. എന്ത് ചേഞ്ച്? I was kind of in a bad state there. സംസാരിക്കണോ അതിനെപ്പറ്റി? A few months back, I went through this breakup. ഒരു 5-year long relationship ആയിരുന്നു. ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയാം. എന്ത് പറ്റിയതാ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിൽ. നടുവിൽ ഐ ഡ്രോപ്ഡ് ഔട്ട്. പക്ഷെ അപ്പോഴും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരുന്നു.
പിന്നെ after graduation she went on to London to do a masters. ഇപ്പോഴും we kept in touch. Out of nowhere, I get this call and she says, വേറെ ആരെയോ ഇഷ്ടമാണ്. കോൾ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ പറയാൻ കിട്ടിയില്ല. ആരൊരു പിന്നെടുത്ത് ഇവിടെ ഇങ്ങനെ കുത്തിയ പോലെ. ഈ ഹാർട്ട് ബ്രേക്ക് എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഇതാണെന്ന് എനിക്കിപ്പോഴും എവിടെ കിട്ടി. പറയുമ്പോൾ കൂടെ എന്തോ ഒരു സ്ട്രെയിൻ സെൻസേഷനാണ് ഇവിടെ. I can't get over it. ഞാൻ പറയുന്നതിനെങ്കിലും മനസ്സിലാവുമെന്നറിയില്ല, എന്നാലും പറയാം. അത് കണ്ടോ? എന്ത്? ആ അത് ഇട്. കണ്ണടച്ചേ. ഇനി ഇമാജിൻ ചെയ്യും, നിഖിലിൻ്റെ കയ്യിലൊരു ബട്ടർഫ്ലൈ വന്നിരുന്നു. നിഖിലിന് അതിനെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് പറക്കണം. ആൻഡ് യു ലെറ്റ് ഹർ ഗോ. അത് ചിലപ്പോൾ ആകാശത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പൂവിൻ്റെ മേലെ, അതുമല്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ. പക്ഷെ ചിലപ്പോൾ അത് തിരിച്ചു വന്നേക്കാം. നിഖിലിൻ്റെ കൈ അന്വേഷിച്ചു. മേ ബി. പക്ഷേ അങ്ങനെ അല്ലെങ്കിലും അത് ഹാപ്പിയായി ഫ്രീ ആയി പറന്ന് നടക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയായാലും നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന മൊമെന്റ്സ് നിഖിലിന് എപ്പോഴും ചെറിഷ് ചെയ്യാം. കഴിഞ്ഞു, കണ്ണൂർന്നു. That was really warm. നീ അടുത്തുനിന്ന് ആരും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ട്. ശരിക്കും Didn't you mean it?